ഹലോ. അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ പോലെ ക്രാഫ്റ്റ് വീഡിയോ ഒന്നുമല്ല, ഇന്നൊരു ഡെയിലി വ്ളോഗ് ലൈക്ക് മോർണിംഗ് റുട്ടീനൊക്കെ ആയിട്ട് എടുക്കാൻ വിചാരിച്ചു. സോ രാവിലെ എണീച്ച ഉടനെ ഞാൻ ഇതിൽ കാണിക്കുന്നൊക്കെയാണ് ചെയ്യാറ്. പക്ഷേ ഇന്ന് ചെയ്തു, ബട്ട് രാവിലെ തന്നെ എണീച്ചിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നിട്ട് ഞാൻ പറഞ്ഞില്ല, എനിക്ക് കോൾഡ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഡസ്റ്റ് അലർജി ഉള്ളതുകൊണ്ട് ഈ കോൾഡ് വന്നാൽ പെട്ടെന്നൊന്നും പോയില്ല. അപ്പോൾ അത് കുറച്ച് കൂടി ഞാൻ ഹോസ്പിറ്റലിൽ പോയി രാവിലെ തന്നെ എണീച്ചിട്ട്. സോ ഞാൻ കർട്ടൻസ് ഒന്നും പൊന്തിച്ചില്ല, ഞാൻ എപ്പോഴും ചെയ്യുന്നതല്ല. ബ്ലാങ്കറ്റ്സ് ഒന്നും മടക്കി വെക്കാണ്ട് പെട്ടെന്ന് എണീച്ച് കുളിച്ച് മാറ്റി പോയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ വിട്ടുപോയി. സോ അതൊക്കെ തിരിച്ച് വന്നിട്ടാണ് ചെയ്യുന്നത്. എന്നൊരു 11 മണി 12:30 മണി ആയിട്ടുണ്ടാകും. എന്നിട്ട് ഞാൻ ബെഡൊക്കെ ഒന്ന് ഒതുക്കി വെക്കാണ്. ഇവിടെ ഞാൻ ഒറ്റക്കാട്ട് കിടക്കാറ്. അപ്പോൾ ഞാൻ എൻ്റെ ബ്ലാങ്കറ്റ്സൊക്കെ മടക്കി വെച്ച് എൻ്റെ പില്ലോസൊക്കെ ശരിക്കും വെച്ച്. സൗണ്ടിനൊക്കെ ചെറിയ മാറ്റം ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കാം. കോൾഡ് നല്ലോണം ഉണ്ട്. പിന്നെ രാവിലെ തന്നെ വെള്ളം കുടിക്കാറുണ്ട്, അതാട്ടോ കാണിച്ചത്. പിന്നെ ഞാൻ കുളിക്കാൻ പോവായിരുന്നു. ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നതല്ലേ, എന്തായാലും ഞാൻ ഉച്ച കുളിക്കാറുണ്ട്. അതേപോലെ കുളിച്ച് പിന്നെ ഞാൻ എൻ്റെ തത്തേനെ കാണിച്ചു കേട്ടോ. അതിനെ എപ്പോഴും കളിപ്പിക്കാറുണ്ട്. സോ അങ്ങനെ കളിച്ചതാണ്. ഇതിൻ്റെ പേര് മിക്കി എന്നാണ് കേട്ടോ. അപ്പോൾ ഇത് എന്നെ എപ്പോഴും ഇങ്ങനെ തൊടാൻ ഞാൻ വരുമ്പോൾ ഇങ്ങനെ വരും. ഇതന്നെ ഇതിൻ്റെ പേര് ഇങ്ങനെ മിക്കി 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. സോ അത് ഭയങ്കര രസമാട്ടോ കേട്ടോ. ഞാനായിട്ട് ഭയങ്കര കമ്പനിയാണ്. ഞാൻ ഇങ്ങനെ എപ്പോഴും രാവിലെ എണീച്ചോടെ കളിപ്പിക്കാറുണ്ട്. ഇതൊരു സൺഡേ വ്ളോഗാട്ടോ, അല്ലാണ്ട് പൊതുവെ സ്കൂളിൽ ദിവസത്തിനല്ല. പിന്നെ കുളിക്കുമ്പോൾ അതൊക്കെ, പിന്നെ ഉച്ചക്ക് കഴിക്കുന്ന ഫുഡാണ്. രാവിലത്തെ കാണിക്കാൻ പറ്റില്ല. ചോറായിരുന്നു, കറി ചിക്കൻ കറി ആയിരുന്നു. ഞാൻ പിന്നെ മുകളിലേക്ക് പോകുന്നുണ്ട്. ഈ ഡസ്റ്റ് അലർജി ഒക്കെ ആയിക്കൊണ്ട് പിന്നെ മുകളിലേക്ക് പോയിട്ടേ ഇല്ല 2-3 ദിവസമായിട്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുറത്ത് പോയിക്കഴിഞ്ഞ് ഇങ്ങനെ ഈ മഴയത്ത് കളിക്കും. അതുകൊണ്ട് എന്നിട്ട് ഞാനിത് പൂച്ചേൻ്റെ അടുത്തേക്കാട്ടോ പോകുന്നത്. നമ്മൾ ബാൽക്കണിയിലാണുള്ളത്. ഇതെൻ്റെ പെറ്റാണ്, എൻ്റെ പേര് സദ്ദാം എന്നാണ്. അപ്പോൾ ഇവിടെ ഇതിനെ ഇളക്കി വിടാറാണ്, കൂട്ടിലിട്ട് പൂട്ടാറൊന്നുമില്ല. പിന്നെ ഇതിന് അറ്റാച്ച്ഡ് ആയിട്ടൊരു റൂമുണ്ട്. സോ ആ ഡോറ് തുറന്നിട്ട് അങ്ങനെയാണ് ഉണ്ടാവല്. പിന്നെ ആൾ ഭയങ്കര പാവാട്ടോ. പുറത്തുനിന്നൊക്കെ ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ മിണ്ടത്തൊന്നുമില്ല. ലൈക്ക് പേടിച്ച് ഓടി ഇതാക്കുകയാണ് ചെയ്യുക. സൺഡേ എന്ന് വെച്ചിട്ട് വലിയ റെസ്റ്റൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ രാവിലെ തന്നെ എണീച്ചു അവിടെ പോയിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക്. പിന്നെ ഈ വാട്ടർ ബോട്ടിൽ റീഫിൽ ചെയ്യൽ എൻ്റെ ഒരു ഹോബിയാണ്. സോ അതും എടുത്തിട്ട് പോയതാണ്. അപ്പോൾ ഫിൽറ്ററിൻ്റെ അവിടെ ഇങ്ങനെ ഇത് കാണുന്നത് അവിടെ ഒട്ടിച്ചതിൻ്റെ ആട്ടോ, എന്തോ ഇളകിയതിൻ്റെ കലയലാണ്. പിന്നെ ഒരു ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു മാത്സ് അസൈൻമെൻറ്റ് ഉണ്ടായിരുന്നു, അതിരുന്ന് ചെയ്യലാണ് പണി. ഞാൻ പറഞ്ഞില്ലേ, സൺഡേ എന്ന് വെച്ചിട്ട് വലിയ ഫ്രീ ഒന്നുമില്ല, നമുക്ക് എപ്പോഴും പണി തന്നെയാണ്. അപ്പം ഞാനിപ്പോൾ 8-ലൊക്കെ എത്തിക്കൊണ്ട് നല്ല നല്ല കുറേ വർക്ക്സ് കിട്ടുന്നുണ്ട് കേട്ടോ. ലൈക്ക് വർക്ക്സ് എന്ന് വെച്ചാൽ പ്രോജക്ട്സ്, അസൈൻമെൻറ്റ്സ്, ഹോംവർക്ക് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എക്സാമായി, കുറേ പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഒന്നും ചെയ്യാത്തത്. ഇന്ന് കാരണം കുറച്ചെങ്കിലും സൺഡേ ഒരു ഫ്രീഡം കിട്ടിയ ദിവസം, ഫ്രീഡം എന്നല്ല ഫ്രീ കിട്ടിയ ദിവസം. ബാക്കിയെല്ലാ സൺഡേ എനിക്ക് ആ സ്റ്റഡി ടേബിളിന് മുമ്പ് എണീക്കാൻ പോലും സമയം ഉണ്ടാവില്ല, അത്രക്കും പണിയാണ്. ഒരു ദിവസമൊക്കെ ലീവ് കിട്ടിക്കഴിഞ്ഞാൽ അവർ പറയും ഒരു ദിവസം ലീവില്ലേ ഇരുന്ന് ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ തരും. ഇതിപ്പം മാത്സ് മാത്രം ഉള്ളതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. പിന്നെ ഒന്ന് ട്യൂഷൻ ഉണ്ടായിരുന്നു. ലൈക്ക് ഞാനിങ്ങനെ സൺഡേസ് മാത്രമേ ഇങ്ങനെ മാത്സ് ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാ സബ്ജക്റ്റും അടിപൊളിയാണ്. മാത്സ് കുറച്ച് ഇതായിക്കൊണ്ട് സൺഡേ ഞാൻ ഇങ്ങനെ പോകാറുണ്ട്. അപ്പോൾ അതിന് പോകാൻ പറ്റിയിരുന്നില്ല. കഴിഞ്ഞ ആഴ്ചയും പോയിട്ടില്ല, ഇങ്ങനെ പനിയൊക്കെ ആയിക്കൊണ്ട്. അതിന് മുമ്പ് ലൈക്ക് എൻ്റെ അങ്കിൾ ഗൾഫിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല. അതിന് ശേഷം പിന്നെ പനിയൊക്കെ ആയിട്ട് പോയിട്ടില്ല. ഇന്നും ഹോസ്പിറ്റലിലൊക്കെ പോയി തിരക്കായിക്കൊണ്ട് പോകാൻ പറ്റില്ല. എന്നിട്ട് എനിക്ക് കുക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ ഈവനിങ് ആയപ്പോൾ ഞാൻ ഒരു ബ്രെഡ് വെച്ചിട്ടൊരു സാധനം ഉണ്ടാക്കിയിരുന്നു. ബ്രെഡും എഗ്ഗും വെച്ചിട്ട്. കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കൂടുതൽ കുക്ക് ചെയ്യാനാണ് എനിക്കിഷ്ടം.
ഞാൻ കേക്കൊക്കെ കുക്ക് ചെയ്തിട്ടുണ്ട്. കുക്ക് ചെയ്തല്ല, ബേക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കിങ്ങനെ കേക്ക് അതൊക്കെ ഭയങ്കര ബേക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചെറുതിലെ ഞാനിങ്ങനെ കസ്റ്റർഡ് പുഡിങ്ങൊക്കെ ആക്കി ഇതാക്കിയിട്ട് പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തട്ടിക്കൂട്ടി ഡ്രീം കേക്ക് ആക്കി. അതെല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ ശരിക്കുള്ള കേക്കൊക്കെ ആക്കി ഇതാക്കി പഠിച്ചാണ്. പിന്നെ ഇത് നമ്മൾ പൂച്ചേനെ രാത്രി താഴേക്ക് ഇളക്കി കഴിഞ്ഞാൽ പിടിച്ച് ഇടങ്ങാറൊക്കെ എൻ്റെ ഒരു ഹോബിയാണ്. കാണുന്നില്ലേ, കാലൊക്കെ പിടിച്ച് ഇക്കിളിയാക്കുന്നു. അന്നേരം അത് അപ്പുറത്തേക്ക് പോകും. പക്ഷെ ആള് ഭയങ്കര പാവാട്ടോ. കണ്ട അടിക്കുന്നതല്ല, ഇങ്ങനെ തൊടുമ്പോഴൊന്നൊരു കുഴപ്പമില്ല. ഭയങ്കര പാവാണ്. അങ്ങനെ കളിപ്പിക്കും. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് അത്ര ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ വൈകുന്നേരം ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ചായ കുടിക്കാൻ. പക്ഷെ എനിക്കെന്തോ ഒന്നും വേണ്ടാത്തതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാനും വിട്ടുപോയി. ഇപ്പോൾ ഇവിടെ നല്ല മഴയാട്ടോ. ഇനി ഇതിൽ സൗണ്ട് കേൾക്കുന്നുണ്ടോ അറിയില്ല, ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കാം. എന്നിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് കടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെയും ഞാനത് മടക്കി വെക്കാൻ. അപ്പോൾ അതിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് മടക്കി വെച്ചത് ഞാൻ കാല് വെച്ച് ഇങ്ങനെ ചുരുട്ടി കൂട്ടി ഇതാക്കിയിട്ടുണ്ടാട്ടോ. ഇങ്ങനെ തലകാണിയൊക്കെ കണ്ടില്ലേ, തലകാണി കവർന്ന് തന്നെ പുറത്ത് വന്നിട്ടുണ്ട്. ഇന്ന് ക്രാഫ്റ്റൊന്നും ചെയ്യാൻ വല്ല മൂടൊന്നും ഉണ്ടായിട്ടില്ല, അതാണ് കേട്ടോ ചെയ്യാതെ. സോ ഇനിയും ക്രാഫ്റ്റ് വീഡിയോസൊക്കെ വരും. നിങ്ങൾ ഇനിയും എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. Q&A വീഡിയോ ചെയ്യണോ അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങളുടെ സജഷൻസൊക്കെ കമൻറ്റ് ചെയ്യുക. ഡെയിലി വ്ളോഗ് വേണോ അല്ലെങ്കിൽ ഒരു മോർണിംഗ് റുട്ടീൻ, സ്കിൻ കെയർ റുട്ടീൻ, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്താ വേണ്ടത് കമൻറ്റ് ചെയ്തോ. അല്ലെങ്കിൽ എന്ത് ക്രാഫ്റ്റാണോ ചെയ്യേണ്ടത് എന്ത് കമൻറ്റ് ചെയ്തോ, ഞാൻ എന്ത് ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു കമൻറ്റ്സൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ജേർണൽ ചെയ്യുമോ, കോസ്റ്റർ ഐഡിയ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. സോ ബെഡൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം ഞാനിതാ കുളിക്കാൻ പോവാണ്. സോ അതിന് വേണ്ടി ഡ്രസ്സൊക്കെ എടുത്ത് റെഡിയായി. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.